ഹായ് ഫ്രണ്ട്സ്, വിഷുവായിട്ട് ഒരു പായസം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്ത് വിഷു അല്ലേ? ഞാനും പായസം ഉണ്ടാക്കി. ഞാനുണ്ടാക്കിയ പായസത്തിൻ്റെ വീഡിയോ ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ അനുസരിച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കിയത്. അപ്പോൾ അതിനായിട്ടൊരു കുക്കറിൽ 1/2 ലിറ്റർ പാലെടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചു. തിള കയറി വന്നപ്പോൾ തന്നെ തീ കുറച്ച് സിമ്മിലിട്ടു കേട്ടോ. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് ഞാൻ 1 മണിക്കൂറോളം സിമ്മിലിട്ട് തന്നെ ഏറ്റവും ചെറിയ അടുപ്പിലിട്ട് ഞാൻ ആ പാലിനെ വേവിച്ചെടുത്തു കേട്ടോ. വിസിലൊന്നും അടുപ്പിക്കേണ്ട ആവശ്യമില്ല, ഏറ്റവും സിമ്മിലിട്ട് വേവിച്ചാൽ മാത്രം മതി. അപ്പം മോള് ഹോളിൽ ഇരുന്ന് കളിക്കുന്നുണ്ട്. അവളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ടി വിയിലുള്ള പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയായിട്ട് വിഷുവിൻ്റെ പ്രോഗ്രാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആളെ തൊട്ടിലേക്ക് കിടത്തിയ ആളുടെ പരിപാടി ഇതാണ്. അവിടെ പിടിച്ച് മുട്ടുകുത്തി നിന്ന് കളിക്കലാണ് പരിപാടി. ഇപ്പോൾ മോൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. കാരണം മോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വായിലിടാൻ നോക്കുകയും അതുപോലെ മുട്ട് കുത്തി കഴിഞ്ഞാൽ ഇരിക്കാൻ ശ്രമിക്കുകയും മറിഞ്ഞ് വീഴാൻ പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ആൾക്ക് കൂടെ എപ്പോഴും ഒരാൾ വേണം. ഹാപ്പി വിഷു ഹാപ്പി വിഷു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറന്നപ്പോൾ നമ്മുടെ പഞ്ചസാരയും പാലും കൂടെ നല്ലപോലെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കളർ കണ്ടോ? അപ്പോൾ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പാലടയാണെങ്കിൽ ഇവിടെ വേവിച്ച് വെള്ളം പോകാനായിട്ട് ഒരു തൊട്ടിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെന്ത പാലട നമുക്ക് ആ പാലിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ +2 പഠിക്കുമ്പോൾ സ്കൂളിലെ ഓണാഘോഷത്തിന് ഇതുപോലത്തെ പാലട പായസം ലിറ്ററിൻ്റെ ഒരു ലിറ്റർ 2 ലിറ്ററിൻ്റെ ഒക്കെ ബോട്ടിൽ മേടിച്ചിട്ട് ഞങ്ങൾ ആഘോഷത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഗ്ലാസ് വെച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെയൊക്കെ പാലട പായസം വീട്ടിലുണ്ടാക്കി കിട്ടിയിരുന്നെങ്കിൽ അമ്മ ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പോൾ അമ്മയ്ക്കൊന്നും ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പായസം ഉണ്ടാക്കാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. എന്തായാലും സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ പായസമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പാലട വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേണം വേവിക്കാൻ. വെള്ളം തിളപ്പിച്ച ശേഷം അതിലേക്ക് പാലട ഇട്ട് കൊടുക്കുക. അത് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വേണം വേവിക്കാൻ. പാലട പാലിൽ കിടന്ന് നല്ലപോലെ കുറുകി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ലേശം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കും. കാരണം ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പായസം അത്യാവശ്യം കുറുകി വന്നു കഴിയുമ്പം നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. കാരണം ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ പിന്നെ ഒത്തിരി കട്ടിയായി പോകും. അപ്പോൾ അതിനേക്കാൾ നല്ലത് അത്യാവശ്യം കുറുകി വന്നു കഴിയുമ്പം ഈ ഒരു പാകത്തിന് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, നല്ല ക്രീമി ആയിട്ട് നല്ലൊരു കളറിൽ നമുക്ക് സൂപ്പറായിട്ട് പായസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് സ്കൂളിൽ വെച്ചിട്ട് കഴിച്ചു എന്ന് പറഞ്ഞല്ലോ, +2 പഠിക്കുമ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന പായസമായിരുന്നു. അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു രുചിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ബായ്.